check response. Valseki. Call ambulance. ഒരു വ്യക്തിയെ വെള്ളത്തിന് കിട്ടി. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. കാരണം വെച്ചാൽ അതിന് തന്നെ നമ്മൾ എടുത്തുകൊണ്ട് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കിടത്തും. എന്തായാലും ആദ്യം അയാളെ പൾസ് ബ്രീത്തൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ആംബുലൻസിനെ വിളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പൾസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. CPR സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടത്. 30 കംപ്രഷനും 2 എയറും. ഇത് വായിൽ കൂടെ എയർ കൊടുക്കുക, 30 കംപ്രഷൻ ചെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ബോധമില്ലെങ്കിൽ CPR സൈക്ലിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ 3 പ്രാവശ്യം 30 കംപ്രഷൻ ഇങ്ങനെ 3 തവണ കൊടുത്തിട്ട് അതിന് വന്നാൽ നമുക്ക് ബോധം വന്നാൽ റിക്കവറി പൊസിഷനിലേക്ക് കിടത്തി ആംബുലൻസ് വരുന്നവരെ നമ്മളിത് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കണം. ഡോക്ടറോ ആംബുലൻസോ നമ്മളോ തളക്കുന്നവരെയോ ഇത് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിൽ വളരെ ശക്തമായ ഒരു സൈന്യമുണ്ട്. നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ. അവരെ ഓരോ വർഷവും കൂടുതൽ ശക്തരാക്കുക എന്ന നിർദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചെയ്ത ഒരു പദ്ധതിയുണ്ട് ഇങ്ങ് ഗോവയിൽ. നമുക്കതിനെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഒപ്പം ഇന്നിവിടെ ഗോവയിൽ മലയാളി വാർത്ത എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ എല്ലാ മത്സ്യത്തൊഴിലാളികളെയും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സാറുണ്ട്. സർ, ഇതിപ്പോൾ 2018 മുതലാണല്ലോ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ എത്രാമത്തെ ബാച്ചാണ്? ഇത് ഏകദേശം 900 പേര് ഉൾക്കൊള്ളുന്ന അവസാനത്തെ ഒരു ബാച്ചായിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. നമ്മുടെ ടാർഗറ്റ് തന്നെ 900 സീ റെസ്ക്യൂ സ്ക്വാഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ തീരദേശ മേഖലയിൽ ഒരു രക്ഷാ സൈന്യം രൂപീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം 9 മറൈൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ട്രെയിനിങ്ങാണ്. എല്ലാ ഫെസിലിറ്റീസും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ ബാച്ചിലെ പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ വിവിധ ഭാഗത്തുള്ള ഈ നമ്മുടെ കടൽ മേഖലയിൽ നിന്നുള്ളവരാണോ അതോ ജില്ല കേന്ദ്രീകൃതമായിട്ടാണ്? അല്ല, ജില്ല കേന്ദ്രീകരിച്ച് 9 മറൈൻ ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലകളിൽ നിന്നും ഒരു വർഷത്തിൽ ഇത്ര പേർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രപ്പോസൽ ഡയറക്ടറേറ്റിൽ പോകും. അതനുസരിച്ചിട്ടുള്ള നടപടികൾ നമ്മൾ NIWS കോൺടാക്ട് ചെയ്യുകയും അവരതിനൊരു സാഹചര്യം ഒരുക്കുകയും ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് 15 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൃത്യമായി, അതായത് എനിക്ക് തോന്നുന്നു 2 വർഷം കൂടുമ്പോൾ അവർക്ക് റിന്യൂ ചെയ്യണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ സർട്ടിഫൈഡ് ഒരു ക്വാളിഫൈഡ് പോലെയാണല്ലോ ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, കൃത്യമായി നടക്കുന്നുണ്ടോ? അത് കൃത്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഞങ്ങളിവിടെ എത്തുന്നതിന് ഒരു 3 ദിവസം മുമ്പ് തന്നെയാണ് ഏകദേശം ഒരു 8ഓളം പേരുടെ റീവാലിഡേഷൻ ട്രെയിനിങ് ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ചെയ്ത് പോയത്. അത് കൃത്യമായിട്ട് തന്നെ റീവാലിഡേഷൻ ട്രെയിനിങ് ഇവിടെ തന്നെ നടത്തുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നടത്തുന്നത്. അതിൽ നമ്മൾ ട്രെയിനീസ് എന്ന് പറഞ്ഞത് they were fully aware about that. They were fully confident. ഇവരിനി നാട്ടിൽ ചെന്നിട്ട് മറ്റുള്ള ആൾക്കാർ സാധാരണ കോമൺ പീപ്പിൾസിനൊക്കെ ട്രെയിനിങ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അവർ ഈ കടൽ തീരങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണോ, അല്ലെങ്കിൽ സാധാരണ മത്സ്യത്തൊഴിലാളികളാണോ അവരുടെ തൊഴിൽ? അത് അവർ ഫുള്ളി എനർജറ്റിക് ആണ്. അവരുടെ ഇപ്പോൾ ഈ കിട്ടിയ ട്രെയിനിങ് തന്നെ സാധാരണക്കാർക്കിടയിലൂടെ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം അവർ ചെയ്യുന്നുണ്ട്. അവർ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളിവിടെ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ട്രെയിനിങ് ഞങ്ങളുടെ ഒഫീഷ്യൽസിൻ്റെ നമുക്കുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ 33 പേരാണ് ഇന്ന് കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർക്കാണ് കൃത്യമായ പരിശീലനം ഇപ്പോൾ ഗോവൻ സർക്കാർ നൽകുന്നത്. ഇവരോട് തന്നെ ചോദിക്കാം, കാരണം ഇവരെ പണ്ട് മുതലേ നീന്തി പഠിച്ചും ആൾക്കാർ രക്ഷിച്ചും ഒക്കെ നടന്നവരാണ്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുക, എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഇതൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ. എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇവിടെ വന്നിട്ട് പരിശീലനം കിട്ടിയത്? എത്ര ദിവസത്തെ ട്രെയിനിങ് ഒക്കെ തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും? മറ്റുള്ളവരെ 3 തരത്തിലുള്ള കോഴ്സാണ് ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നത്. LST എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്, ലൈഫ് സേവിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ PBH എന്ന് പറഞ്ഞിട്ട് ബാർബോട്ടിങ്, പിന്നെ SRS എന്ന് പറഞ്ഞിട്ട് സീ റെസ്ക്യൂ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. അപ്പോൾ സീ റെസ്ക്യൂ സ്ക്വാഡ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തില്ല, മറ്റേ ലൈഫ് സേവിങ്ങും ബാർബോട്ടും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇവിടെ വന്നിങ്ങനെ പരിശീലനം കിട്ടി പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? മത്സ്യബന്ധന മേഖലയിലാണെങ്കിലും അല്ലാതെ നീന്തലിൽ പെട്ടുപോകുന്ന ആളുകളെ രക്ഷിക്കാനൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം അതെങ്ങനെയാണ്? വളരെ കൂടും. നമുക്ക് ഈ ട്രെയിനിങ് കിട്ടിയോണ്ട് തന്നെ നമുക്കൊരു രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ആത്മവിശ്വാസം കൂടുതൽ ഉള്ളൂ. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ കൺമുന്നിൽ നടന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് എടുത്തു ചാടി അതിന് ചെയ്യാൻ നമ്മൾ പ്രയത്നമാക്കി ഇരിക്കണം. ഒരാളെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. പ്രളയ സമയത്തൊക്കെ നിങ്ങളായിരുന്നു മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു കേരളത്തിൽ. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇനി കേരളത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ടായാൽ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും.
ഓൾറെഡി ജീവനരക്ഷാ പ്രവർത്തനത്തിൽ വേണ്ടതൊക്കെ ഇവിടുന്ന് നമുക്ക് കിട്ടി. നമുക്ക് 2 സാർമാർ ഇവിടെ ചെയ്യുന്നത് കിട്ടും. കാരണം നമ്മളെ കൂടെ രാവിലെ 7 തൊട്ട് 5:30-6 മണി വരെ സാർമാർ 2 സാർമാർ നമ്മൾ കൂടെ നിന്നിട്ട് 2 കോഴ്സ് നമുക്ക് ചെയ്തത്. നമ്മുടെ മുരുകേഷ് സാറും സാറ് നിതിൻ സാറും ബോട്ടിങ്ങിന്റെ ചെയ്യുന്നതും മുരുകേഷ് സാർ നടത്തും. മൂപ്പര് എക്സ്കേവിക്കാറുണ്ട്. പിന്നെ ലൈഫ് സേവിംഗ് ചെയ്യുന്നത് നിതിൻ സാർ നടത്തും. നിതിൻ സാർ ഇവിടെ തന്നെ ജെസ്കി അതുകൂടാതെ 6ഓളം നിതിൻ ചെയ്യാം. കൂടുതൽ പേര് വരണോ? ഈ മേഖലയിൽ കൂടുതൽ പേര് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഈ അപകടം ചെയ്തിരിക്കണം. അതാ പറഞ്ഞല്ലേ. ഇപ്പോൾ നിലവിൽ എത്ര ദിവസമായി? 11 ദിവസം. 12 ദിവസത്തിൽ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ എന്താണ് പുതിയതായിട്ട്? എങ്ങനെ CPR കൊടുക്കാം, അത് ക്ലിയർ ആയിട്ടായിരുന്നു. നമുക്ക് ഒരാൾക്ക് കൃത്രിമശ്വാസം കൊടുക്കാന്ന് മാത്രമേ അറിയുള്ളൂ. പഠിക്കാൻ പറ്റും. ഒരാളെ വെള്ളത്തിൽ എങ്ങനെ പൊക്കിയെടുക്കാം, മനസ്സിലായി. ഒരാളെങ്ങനെ വെള്ളത്തിന് പൊക്കിയെടുക്കാം, ഒരാളെങ്ങനെ രക്ഷപ്പെടുത്താം. നമ്മളൊരു വിക്ടിമത്തിന് എടുക്കുന്ന രീതി ഇവിടെ വന്നപ്പോൾ നമുക്ക് നല്ല സ്റ്റൈൽ തന്നെ മാറ്റുന്നുണ്ട്. പിന്നെ സ്വിമ്മിങ്ങിന്റെ സ്റ്റൈൽസ് ഇവിടുത്തെ കോഴ്സിൽ നമ്മൾ പഠിച്ചത്. കടലിലുള്ള സ്വിമ്മിംഗ് സ്റ്റൈലൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ നീന്തുന്ന വേറെ രീതിയിലാണ്. ടെക്നിക്കൽ പഠിച്ചാൽ നമുക്ക് സ്വിമ്മിങ് സിമ്പിളായിട്ട് വേഗതയും കൂടും എല്ലാം ചെയ്യും. ഇത്ര ആഴക്കടലിലൊക്കെ ഉള്ള നീന്തലൊക്കെ ഇവിടെ വന്നിട്ട് പഠിക്കാൻ ഓ തീർച്ചയായും. you